പൊതുവെ എൻ്റെ സ്റ്റുഡൻസിന് കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഈ ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. ഡിഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണോ ഹാവ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, നമ്മൾ സെയിം മീനിങ് ആണോ, അങ്ങനെ കുറേ ഡൗട്ട്സ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡിഡ് വെച്ച് തുടങ്ങാം. ഡിഡ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്നൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിപ്പം പഠിച്ചോ, അല്ലെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ കഴിച്ചോ, അങ്ങനെ എന്തും ആകാം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ, അതായത് മുൻപ് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡിഡ് വെച്ച് ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നീ ഇന്നലെ വിളിച്ചോ. ഇവിടെ എന്താ, ഇന്നലെ നടന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ ചോദിക്കാണ്. ഈ ഇന്ന കാര്യം നീ ചെയ്തോന്ന്, നീ ഇന്നലെ വിളിച്ചോ. ഇനി അതേപോലെ തന്നെ അവൻ കഴിഞ്ഞ വർഷം വന്നോ. ഇതെന്താ, അവൻ കഴിഞ്ഞ വർഷം എന്ന് നേരത്തെ കഴിഞ്ഞു പോയൊരു ടൈമിൽ ഈ വരിക എന്നുള്ള കാര്യം ചെയ്തോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മുൻപ് കഴിഞ്ഞു പോയൊരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഡിഡ് യൂസ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് നീ ഇന്നലെ വിളിച്ചോ. അപ്പം നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചോദ്യം ചോദിക്കുന്ന വാക്കായിരിക്കണം ആദ്യം വരുന്നത്. ഇവിടെ എന്താ ചോദിക്കുന്നത്, നീ ഇന്നലെ വിളിച്ചോ, ഒരു കാര്യം ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ ചെയ്തോ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം, ഡിഡ്. അപ്പൊ അത് വേണം ആദ്യം വരാൻ. മലയാളത്തിൽ അങ്ങനെയല്ല, ആര് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, അതാണ് മലയാളത്തിൽ ആദ്യം വരിക. പക്ഷെ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യത്തിന് സൂചിപ്പിക്കുന്ന വാക്ക് ഏതാണോ അത് വേണം വരാൻ. ഇവിടെ ചെയ്തോ, ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ചെയ്തോ എന്നുള്ളത് ഇംഗ്ലീഷിലാവുമ്പോൾ ഡിഡ്. ഇനി അടുത്ത് ആര് ചെയ്തോ എന്നാ ചോദിക്കുന്നത്, നീ ഇന്നലെ വിളിച്ചോ, നിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അത് വേണം അടുത്ത് വരാൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിഡ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വരും, അതിനുശേഷം സബ്ജക്റ്റ് വരും. എൻ്റെ ക്ലാസ്സസ് ഇതിന് മുന്നേ കണ്ടവർക്ക് അറിയാം ഓൾറെഡി സബ്ജക്റ്റ് എന്താണെന്നുള്ളത്. ആരെ പറ്റിയിട്ടാണ്, എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഒരു സെന്റൻസിൽ പറയുന്നത്, ചോദിക്കുന്നത്, അതാണ് അവിടെ സബ്ജക്റ്റ്. സോ ഡിഡ് യു, ഇവിടെ നീ ഇന്നലെ വിളിച്ചോന്നാണ് ചോദിക്കുന്നത്. അപ്പം നിന്നെ പറ്റിയിട്ടാണ് ചോദ്യം, നീയാണ് ഇവിടെ സബ്ജക്റ്റ്. ഡിഡ് യു. ഇനി അടുത്ത് എന്ത് ചെയ്തോന്നാ ചോദിക്കുന്നത്. എന്താ ഇവിടെ വേർബ്. വേർബ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതിപ്പോൾ ശരീരം കൊണ്ടാകാം, മനസ്സുകൊണ്ടാകാം, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. സോ ഡിഡ് യു, ഇവിടെ വിളിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി അല്ലേ. അപ്പൊ സോ ഡിഡ് യു കോൾ. നീ ഇന്നലെ വിളിച്ചോ. ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, മിസ് ഇതെങ്ങനെ ശരിയാവുന്നേ, ഡിഡ് യു കോൾഡ് എന്നല്ലേ വരേണ്ടത്, നേരത്തെ കഴിഞ്ഞു പോയ കാര്യമല്ലേ ചോദിക്കുന്നേ. അല്ല, ഒരിക്കലും ഡിഡ് യു കോൾഡ് എന്ന് വരില്ല, തെറ്റാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഡിഡ് വന്നോണ്ട് പിന്നെ ഇവിടെ പാസ്റ്റ് ടെൻസ് വരരുത്. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, അപ്പൊ നമ്മളൊരു കറി ഉണ്ടാക്കുന്നു, നമ്മൾ ഓൾറെഡി ഉപ്പിട്ടു, പിന്നെ വീണ്ടും ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ ഇവിടെ ഡിഡ് ഓൾറെഡി വന്നതുകൊണ്ട് നമ്മൾ പിന്നെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി പാസ്റ്റ് ടെൻസിന് വേണ്ട വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തത്. സോ ഡിഡ് യു കോൾ, ഇനി ഇന്നലെ എന്നല്ലേ, യെസ്റ്റർഡേ. ഡിഡ് യു കോൾ യെസ്റ്റർഡേ, നീ ഇന്നലെ വിളിച്ചോ, ഡിഡ് യു കോൾ യെസ്റ്റർഡേ. ഇനി അടുത്ത സെന്റൻസ് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവൻ കഴിഞ്ഞ വർഷം വന്നോ. അതായത് അവൻ ഒരു കാര്യം ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദ്യം, ഒരു കാര്യം ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും ക്വസ്റ്റ്യനെ സൂചിപ്പിക്കുന്ന വാക്ക്, ഡിഡ് ആയിരിക്കും. സോ ഡിഡ്. ഇനി ആരുടെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്, ആര് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്, അവൻ ചെയ്തോ. സോ ഡിഡ് ഹി. ഇനി അടുത്ത് വേർബ്, എന്ത് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്, അടുത്താണ് വേർബ് വരേണ്ടത്. എന്ത് ചെയ്തോ എന്നാ, പ്രവൃത്തി എന്താ ഇവിടെ, അവൻ കഴിഞ്ഞ വർഷം വന്നോ. കഴിഞ്ഞ വർഷം പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണോ, അല്ല, നമുക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ വന്നോ എന്നുള്ളതോ, അത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് അല്ലെ. അപ്പൊ വരിക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ, കം. സോ ഡിഡ് ഹി കം. ഇനി കഴിഞ്ഞ വർഷം, ടൈം ഏറ്റവും അവസാനം എഴുതുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പൊ കഴിഞ്ഞ വർഷം എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ, ലാസ്റ്റ് ഇയർ. സോ ഡിഡ് ഹി കം ലാസ്റ്റ് ഇയർ, അവൻ കഴിഞ്ഞ വർഷം വന്നോ. ഡിഡ് ഹി കെയിം ലാസ്റ്റ് ഇയർ എന്ന് നമ്മൾ പറയോ, ഇല്ല, കാരണം ഓൾറെഡി ഡിഡ് ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഡിഡ് ഹി കം ലാസ്റ്റ് ഇയർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ, ഇതാണ് ഡിഡിന്റെ യൂസേജ്. ഒരു കാര്യം ചെയ്തോ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഹാവും ഹാസും.
ഇത് കുറച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ചെറിയ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. സോ ഹാവും ഹാസും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഒരാളോട് ചോദിക്കുകയാണ്. പൊതുവെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുന്നത്. അതായത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, ഇന്ന സിനിമ കണ്ടിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ ഒരു എക്സ്പീരിയൻസിനെ പറ്റി, ഒരു അനുഭവത്തിനെ പറ്റി ചോദിക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഹാവും ഹാസും വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഹാവും എഴുതിയിട്ടുണ്ട്, ഹാസും എഴുതിയിട്ടുണ്ട്. രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹാവ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോഴാണ്. അതായത് ഉദാഹരണത്തിന് വി, യു, ദേ, അതേപോലെ ഐ എന്നീ വാക്കുകളുടെ കൂടെയും ഒന്നിൽ കൂടുതലായിട്ടുള്ള മറ്റു വാക്കുകളുടെ കൂടെയുമാണ്. അതായത് മൈ ഫ്രണ്ട്സ്, മൈ ടീച്ചേഴ്സ്, പേരൻസ്, അങ്ങനത്തെ കേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നമ്മൾ ഹാവ് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, താഴെ എഴുതി കാണിക്കും കേട്ടോ. സോ അങ്ങനത്തെ കേസിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നതെങ്കിലാണ് നമ്മളവിടെ ഹാവ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ഹാസ് എവിടെ യൂസ് ചെയ്യേണ്ടത്? ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ, അതായത് ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഒരാളുടെ പേര് രേവതി, രാഹുൽ, അങ്ങനെ ഒരാളെ പറ്റി സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് ഹാവും ഹാസും തമ്മിലുള്ള വ്യത്യാസം. അതിപ്പോൾ ചോദ്യത്തിലായാലും സെന്റൻസിലായാലും നമ്മൾ എപ്പോഴാണ് ഹാവ് യൂസ് ചെയ്യേണ്ടത്? ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി പറയുമ്പോൾ വി, ദേ, യു, മൈ ഫ്രണ്ട്സ്, മൈ ടീച്ചേഴ്സ്, പീപ്പിൾ, ഐ എന്ന വാക്കിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഹാസ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ ഹി, ഷീ, ഇറ്റ്, രാഹുൽ, രേവതി, ഒരാളുടെ പേര്, മൈ ഫ്രണ്ട്, അല്ലെങ്കിൽ മൈ മദർ, മൈ ഫാദർ, അങ്ങനെ നമ്മൾ ഒരാളുടെ കാര്യം പറയുമ്പോഴാണ് ഹാസ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഹാവും ഹാസും എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ഒരാളുടെ അടുത്ത് ചോദിക്കണമെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഹാവും ഹാസും യൂസ് ചെയ്യുക. നീ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എന്താ? ഈ സിനിമ ഇതിനു മുന്നേ നീ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഈ സിനിമ കണ്ട ഒരു അനുഭവം നിനക്കുണ്ടോ? സോ ഇത് നമ്മൾ എങ്ങനെ ചോദിക്കാൻ പറ്റും? ഫസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷിലൊരു ചോദ്യം ചോദിക്കുമ്പം ചോദ്യത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആദ്യം വരേണ്ടത്. ഇവിടെ ചോദ്യം എന്താ? കണ്ടിട്ടുണ്ടോ, അതായത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? ഹാസ് ആണോ ഹാവ് ആണോ? നീ, യുവിൻ്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക, ഹാസ് ആണ് യൂസ് ചെയ്യുക? നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. കണ്ടോ? സോ ഹാവ് യു. നീ എന്ത് ചെയ്തിട്ടുണ്ടോ എന്നാ ചോദിക്കാം. ആദ്യം നമ്മൾ ഹാവ് എഴുതണം, പിന്നെ എന്ത് എഴുതണം? ഹാവ് അല്ലെങ്കിൽ ഹാസ് എഴുതണം, പിന്നെ സബ്ജക്റ്റ് എഴുതണം, പിന്നെ എന്താ എഴുതണ്ടേ? നീ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ വേർബാണ് എഴുതേണ്ടത്. സോ കാണുക എന്നുള്ളത് നമ്മൾ എന്താ പറയാ? വാച്ച് എന്ന് പറയാം അല്ലെ? സിനിമ കാണുക എന്നുള്ളതിന് വാച്ച് എന്ന് പറയും. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴോ അപ്പം നമ്മൾ V3 ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. കണ്ടിട്ടുണ്ടോ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ വാച്ച്ഡ് എന്നാണ് പറയാം. വാച്ച്ഡ്. ഹാവ് യു വാച്ച്ഡ്? എന്തുകൊണ്ടാണ്? വാച്ച് എന്നുള്ളത് V1 ഫോം ആണ്, വാച്ചിന്റെ V3 ഫോം വാച്ച്ഡ് ആണ്. സോ ഹാവ് യു വാച്ച്ഡ്? എന്ത് കണ്ടിട്ടുണ്ടോ? ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഹാവ് യു വാച്ച്ഡ് ദിസ് മൂവി? അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്യാനായിട്ട് ബിഫോർ, മുൻപെന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഹാവ് യു വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ? നീ ഇതിനു മുന്നേ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? ഇനി അടുത്തത്, അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇത് എന്താണ്? ഒരു എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ, അതായത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന്. അവൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ വേറൊരാളോട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ചോദ്യം? പറഞ്ഞിട്ടുണ്ടോ, അതായത് പറയുക എന്ന കാര്യം അവൾ ചെയ്തിട്ടുണ്ടോ? ഏതായിരിക്കണം ക്വസ്റ്റ്യൻ വേർഡ്? അവൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അവൾ എന്ന് പറയുമ്പോൾ ഷീയുടെ കൂടെ നമ്മൾ ഹാവ് ആണോ ഹാസ് ആണോ യൂസ് ചെയ്യേണ്ടത്? ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, അപ്പം ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹാസ് ഷീ, നമ്മൾ സബ്ജക്റ്റ് എഴുതി, അതിനുശേഷം പറഞ്ഞിട്ടുണ്ടോ, അതാണ് നമ്മുടെ വേർബ്. പറയുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? ടെൽ എന്ന് പറയാം. ടെല്ലിന്റെ V3 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ടെല്ലിന്റെ V3 ഫോം എന്താ? ടോൾഡ് ആണ്. സോ ഹാസ് ഷീ ടോൾഡ് യു? ഹാസ് ഷീ ടോൾഡ് യു? അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? അപ്പൊ ഹാവും ഹാസും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. കൂടുതലായിട്ടും എക്സ്പീരിയൻസസിനെ പറ്റി ചോദിക്കുമ്പോഴാണ് നമ്മളത് യൂസ് ചെയ്യുക. ഇനി അടുത്ത് ഹാഡ്. ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നോ, മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നമ്മൾ ഹാഡ് യൂസ് ചെയ്യുക. നേരത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറൊരു സംഭവം നടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന്,
നീ ഈ സിനിമ ഇതിനു മുൻപേ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇതെങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക? ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ഫോം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വേണം ആദ്യം വരാൻ. എങ്ങനെയാ ക്വസ്റ്റ്യൻ വേർഡ് വരാ? നീ ഈ സിനിമ ഇതിനു മുൻപേ കണ്ടിട്ടുണ്ടായിരുന്നോ, ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹാഡ് യു. ഇനി ഹാഡ് കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യണം? ഇവിടെ എഴുതുവാണ്. ഹാഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വരണം, അതിനുശേഷം വേർബിൻ്റെ V3 വരണം. സോ ഹാഡ് യു. കാണുക എന്നുള്ളതിന്, സിനിമ കാണുക എന്നുള്ളതിന് എന്താ പറയാ? നമ്മൾ നേരത്തെ പറഞ്ഞു വാച്ച് എന്നാണ് പറയാ. വാച്ചിന്റെ V3 ഫോം ആണ് നമ്മൾ എഴുതേണ്ടത്. സോ വാച്ച്. സോ had you watched this movie before? Had you watched this movie before? Okay. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. നീ എത്തിയപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നോ? ഞാൻ എന്താ പറഞ്ഞേ? ഹാഡ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിവിടെ കണ്ടോ, നീ എത്തിയപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നോ, അതായത് നീ എത്തുന്നതിന് മുൻപേ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപേ മറ്റൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഹാഡ് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ. കാരണം എന്താ? ചോദ്യം എന്താ? പോയിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. സോ ഹാഡ്. ഇനി ആര് പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നീ എത്തിയപ്പോഴത്തേക്ക് അവള് പോയിട്ടുണ്ടായിരുന്നോ? സോ ഹാഡ് ഷീ ലെഫ്റ്റ്. ഈ പോവുക എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ലീവ് എന്ന് പറയാം. ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുക, തിരിക്കുക, അതിന് നമ്മൾ ലീവ് എന്ന് പറയും. ലീവിന്റെ V3 ഫോം ആണ് ലെഫ്റ്റ്. അതുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റ് എഴുതിയിരിക്കുന്നത്. ഹാഡിന്റെ കൂടെ ആയാലും ഹാസിന്റെ കൂടെ ആയാലും ഹാവിന്റെ കൂടെ ആയാലും V3 ഫോം ഓഫ് ദ വെർബ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. V3 ഫോം ഓഫ് ദ വെർബിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ ഹാഡ് ഷീ ലെഫ്റ്റ്. നീ എത്തിയപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നോ? ബിഫോർ, അല്ലെങ്കിൽ എത്തിയപ്പോൾ എന്നല്ലേ, അപ്പം വെൻ. ഹാഡ് ഷീ ലെഫ്റ്റ് വെൻ യു റീച്ച്ഡ്. നീ എത്തിയപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഷീ ലെഫ്റ്റ് വെൻ യു റീച്ച്ഡ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പഠിച്ചത്? ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് ഹാഡ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹാഡ് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ മുമ്പൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ മറ്റൊരു സംഭവത്തിന് മുൻപേ, അല്ലെങ്കിൽ മറ്റൊരു സംഭവം നടന്നപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നമ്മൾ ഇവിടെ ഹാഡ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ. ഒന്ന് ഡിഡ്. ഡിഡ് നമ്മൾ എപ്പോഴാണ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം നേരത്തെ ചെയ്തോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, പഠിച്ചോ, കഴിച്ചോ, വിളിച്ചോ, അതൊക്കെ നമ്മൾ ഡിഡ് ആണ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. നീ ഇന്നലെ വിളിച്ചോ? നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് തുടങ്ങണം. ഇവിടെ വിളിച്ചോ എന്നുള്ളതാണ്, ചെയ്തോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഡിഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡിഡ് യു കോൾ യെസ്റ്റർഡേ? നീ ഇന്നലെ വിളിച്ചോ? ഇനി അടുത്ത് ഹാവും ഹാസും. ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, ഒരു എക്സ്പീരിയൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവും ഹാസും ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹാവ് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഐ, യു എന്നീ വാക്കുകളുടെ കൂടെയാണ് യൂസ് ചെയ്യുക. ഹാസ് നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ യൂസ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഹാവ് ആയാലും ഹാസ് ആയാലും യൂസ് ചെയ്യുന്നത്. നീ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? നമ്മൾ ആദ്യം ചോദ്യത്തിൻ്റെ പറ്റിയിട്ടുള്ള വാക്ക് യൂസ് ചെയ്യണം. കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നീ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഹാവ് യു വാച്ച് ദിസ് മൂവി ബിഫോർ? ഇനി അടുത്ത് നമ്മൾ ഹാഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി. ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് ഹാഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഹാഡ് ആയാലും ഹാവ് ആയാലും ഹാസ് യൂസ് ചെയ്യുമ്പോഴൊക്കെ വേർബിൻ്റെ V3 ഫോമാണ് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നീ ഈ സിനിമ ഇതിനു മുൻപേ കണ്ടിട്ടുണ്ടായിരുന്നോ? ഹാഡ് യു വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ? അങ്ങനെ വരാം. ഓക്കെ. അപ്പം അത്ര സിമ്പിളാണ്. ഇതേപോലെ നിങ്ങൾക്കും ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സിമ്പിളായിട്ട് ലൈവ് വീഡിയോ ക്ലാസ്സസ് വഴി ഇംഗ്ലീഷ് മിത്രയിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ കോഴ്സുകളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കോമൻറ്റ് ചെയ്യാം. ഉറപ്പായിട്ട് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നും. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. English Mitra. Stop worrying,
Start learning.